അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 250 ഗ്രാം മൈദ, 50 ഗ്രാം പഞ്ചസാര, 50 ഗ്രാം വെള്ളം, 70 ഗ്രാം പാല്, 15 ഗ്രാം ബട്ടർ, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അൻപത് ഗ്രാം പഞ്ചസാരയിലേക്ക് 2 ചെറിയ പീസ് പട്ട കൂടി ചേർത്ത് പൊടിച്ചെടുത്ത മിക്സാണിത്. ഇത് നമ്മുടെ ഡോണറ്റ്സ് അവസാനം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇതിലേക്ക് ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വിക്ടോറിയയുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. അപ്പം നമുക്കിതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ 250 ഗ്രാം മൈദയാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വരെയൊക്കെ ഞാനിവിടെ കുഴച്ചെടുത്തൊരു മാവാണ് ഇപ്പോൾ കാണുന്നത്. നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ നമ്മുടെ ഡോണറ്റ്സ് നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 15 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് താഴോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രം എടുക്കാം. അത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് പാത്രത്തിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ് അതിൽ വെച്ചൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി കൂടെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഒന്നുകൂടെ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പഞ്ച് ചെയ്തെടുത്താൽ ഇതിലുള്ള ബബിൾസൊക്കെ ഒന്ന് പോകും. അപ്പോൾ ഞാൻ ചപ്പാത്തി പലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പഞ്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ മാവിലുള്ള എയർ ബബിൾസൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും താഴോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. ശേഷം വീണ്ടും ഒരു 30 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നനഞ്ഞ തുണി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് നമ്മളെ മാവ്. ഇനി നമുക്കിത് ചപ്പാത്തി പലയിലിട്ട് നന്നായിട്ടൊന്നുകൂടെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ പരത്തിയെടുക്കാം.
ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു റോള് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെതുണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഡോണട്ട്സിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു കട്ടിങ് ഞാനിവിടെ നമ്മുടെ നോസിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മുടെ കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവൻ ഡോണട്ട്സും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം വീണ്ടും ഒരു 30 മിനിറ്റ് കൂടെ നന്നായിട്ട് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ തുണി ഒന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ ഡോണട്ട്സൊക്കെ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് ഫ്രൈ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഫ്ലെയിം വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഡോണട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോണട്ട്സൊക്കെ എണ്ണയിലിട്ടപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാരയും പട്ടയും ഒക്കെ പൊടിച്ച് ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ഈസിയായി ഡോണറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.